എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ന്യൂ വേൾഡിലേക്ക് പോയി കഴിഞ്ഞു. അതേസമയം ഇവിടെ സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലാണെങ്കിൽ ആ ഫേക്ക് ലൂഫിയാൻ ടീമിനെ അവന്റെ പൈററ്റ്സ് ടീം തന്നെ ഇപ്പൊ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതിലൊരു മെയിൻ പൈററ്റ് ഉണ്ട്. ആക്ച്വലി അവൻ ലൂഫിയുടെ ടീമിൽ ചേരാൻ ആഗ്രഹിച്ചത് അത് ലൂഫിയുടെ കൂടെ സെയിൽ ചെയ്ത് പോകാനായിരുന്നില്ല, മറിച്ച് 400 മില്യൺ ബറീസ് ഉള്ള ലൂഫിയെ കൊന്ന് അവന് നമ്പർ 1 പൈററ്റ് ആവാനായിരുന്നു. അവന്റെ വലിയൊരു ആഗ്രഹം അത് തല്ലി തകർത്തത് ഇവരാണ്. സോ ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ അവന്റെ ടീംമേറ്റ്സിനോട് അവിടെ വലിയൊരു കുഴി കുഴിക്കാൻ പറയും. അവരെ എല്ലാവരെയും ജീവനോടുകൂടെ അവൻ കുഴിയിൽ കുഴിച്ചിട്ട് കൊല്ലാനായിട്ട് പോവാണ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഫേക്ക് ലൂഫിയാൻ ടീം അവനെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ ശ്രമിക്കും. പക്ഷെ അത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവരിപ്പോ അവന്റെ കാലിൽ വീണ് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം. ആക്ച്വലി ഞങ്ങളുടെ ബോസ് പറഞ്ഞിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അതിനാ മെയിൻ പൈററ്റ് അവ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ കാരണം പോയത് ഞങ്ങളുടെ വാല്യുബിൾ ടൈമാണ്. സോ നിങ്ങൾ ഈ ശിക്ഷ അത് ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊന്നതിന് ശേഷം ആ റിയൽ സ്റ്റോഹാർ ലൂഫിയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകണം. എന്റെ ലക്ഷ്യം അതെനിക്ക് നിറവേറ്റണം. അതേസമയം മറ്റൊരു ഭാഗത്ത് സെന്റമറു സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതേസമയം മറ്റൊരു ഭാഗത്ത് റെയിലി ആണെങ്കിൽ ഇപ്പൊ ലൂഫി ഓർത്ത് ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. ഉടനെ ഷാഗി അവിടേക്ക് വന്ന് ലൂഫിയും ടീമും അവർ ന്യൂ വേൾഡിലേക്ക് പോയി. സോ ഇനി അവരെ എപ്പോഴാണ് കാണാൻ പറ്റുക എന്നൊന്നും അറിയില്ല. അതൊക്കെ കേട്ട് റെയിലി ആളിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ വീടൊക്കെ നഷ്ടപ്പെട്ട് ഒരു കപ്പലിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ റെയിലിയുടെ അടുത്തേക്ക് ആരോ ഒരാൾ വരികയാണ്. റെയിലിക്കാണെങ്കിൽ ആദ്യം അതാരാണെന്ന് മനസ്സിലാവില്ല. പിന്നീടാണ് അവൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവൻ മറ്റാരുമല്ല, സാക്ഷാൽ കോൾഡഡി റോജർ. അന്ന് കോൾഡഡി റോജർ റെയിലിക്ക് നേരെ കൈനീട്ടി അവരുടെ രണ്ടുപേരുടെ യാത്ര ഒന്നിച്ചാരംഭിച്ചതാണ്. റെയിലി ആണെങ്കിൽ ആ നല്ല മെമ്മറീസ് എല്ലാം തന്നെ ഒരു സെക്കൻഡ് ആലോചിക്കും. അതിനുശേഷം ഇപ്പൊ ലൂഫി അവനെ കാണുമ്പോഴും ആൾക്ക് കോൾഡഡി റോജറിനെ തന്നെയാണ് ഓർമ്മ വരുന്നതെന്ന് ഷാഗിയോട് പറയും. അവന്റെ വിജയം അത് കാണാൻ ഇനിയും കുറെ കാലങ്ങൾ കൂടെ നമുക്ക് ജീവിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരിപ്പോ ഹാപ്പി ആയിട്ട് കടലിനടിയിലൂടെ സെയിൽ ചെയ്ത് പോവാണ്. റോബിനും ടീമും ആണെങ്കിൽ കപ്പലിന് പുറത്തുള്ള കാഴ്ചകൾ കാണുകയാണ്. ഒരു സബ്മറീനിലാണ് നമ്മുടെ ആൾക്കാർ പോകുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അവരിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. പക്ഷേ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉസോപ്പിനും നാമിക്കും അവർക്ക് രണ്ടുപേർക്കും അവരുടെ പേടി കൂടി വരും. ഇൻ കേസ് കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാലോ, താഴേക്ക് പോകുന്ന കപ്പലിന് മുകളിലേക്ക് വരാൻ കഴിയാതെ വന്നാലോ, നമ്മൾ ഈ വെള്ളത്തിനടിയിൽ കിടന്ന് മരണപ്പെട്ടു പോവോ? അവരാണെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ച് പേടിച്ചിരിക്കുകയാണ്. പക്ഷെ കപ്പലിലുള്ള മറ്റൊരാൾക്കാണ് ഈ കാഴ്ചയൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമാവുക. അത് മറ്റാർക്കും അല്ല, നമ്മുടെ ലൂഫിക്ക്. അവനാണെങ്കിൽ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലുള്ള മരത്തിന്റെ വേരൊക്കെ വെള്ളത്തിന്റെ അടിയിൽ കണ്ട് അവർക്ക് ഒരുപാട് അത്ഭുതമാവും. പക്ഷെ സോറോയ്ക്ക് മാത്രം ഇതത്ര മഹാ അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. അവൻ ഓൾറെഡി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണെന്ന് സാഞ്ചിയോട് പറയും. ചോപ്പറാണെങ്കിൽ വെള്ളത്തിനടിയിലുള്ള മീനുകളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സോറോ അവനവന്റെ സ്ക്വാഡ് കയ്യിലെടുത്ത് ഇത് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള മീനാണ്, ഇതിനെ നമുക്ക് അടിപൊളി ഒരു ഫിഷ് കറി ആക്കണം എന്ന് പറഞ്ഞ് സ്ക്വാഡ് നീട്ടും. അത് കണ്ട ഉത്സവപ്പാണെങ്കിൽ അവനെ പിടിച്ചു വലിക്കാണ്. നീ എന്തായി ചെയ്യണേ? വാള് വെച്ച് വീശി ഈ ഒരു ബബിള് അതെങ്ങാനും ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാവും. തന്നെ നാമിയാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് സ്റ്റൈലായിട്ട് പറയും, ഈ ഒരു ബബിൾ അതിനെങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ കപ്പലിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് റെയിലി അദ്ദേഹം വളരെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ സാഞ്ചിയെ നോക്കും. സാഞ്ചിക്കാണെങ്കിൽ നാമിയുടെ ഭംഗിയൊക്കെ കണ്ട് കണ്ണിൽ ഷോക്ക് അടിച്ച് ദൂരേക്ക് പറന്നു പോവാണ്. അത് കണ്ട ലൂഫി അവന്റെ കൈ അങ്ങനെ നീട്ടി സാഞ്ചിയെ പിടിച്ചു വലിച്ച് കപ്പലിലേക്ക് കൊണ്ടുവരും. ചോപ്പർ പറയും, നിനക്ക് ഇങ്ങനെ ബ്ലഡ് വന്നാ അധികം വൈകാതെ ബോഡിയിലുള്ള ബ്ലഡ് മുഴുവൻ പുറത്തേക്ക് പോയി നീ മയ്യത്തായി പോവും. മറ്റൊരു ഭാഗത്ത് റോബിൻ അവൾ ആ ബബിൾ ചൂണ്ടിക്കാണിച്ചു പറയും, സത്യത്തിൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിൽ കണ്ട അതേ വലിയ ബബിള് അത് തന്നെയാണ് നമ്മളുടെ കപ്പലിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഉടനെ നാമി പറയും, വലിയ എന്തെങ്കിലും ഫിഷ് അവറ്റകളുടെ പല്ല് വെച്ച് കടിച്ചാലോ, കല്ലിലോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും മരക്കട്ടകളിലോ ഈ ഒരു ബബിൾ ആഞ്ഞടിച്ചാലോ ഈ ബബിള് തകർന്നേക്കാം. ബ്രൂക്കിനാണെങ്കിൽ അത് കേട്ട് പേടിയാവും. അവനാണെങ്കിൽ ഇനി തകർന്ന് തരിപ്പണമാവാൻ അവന്റെ ഈ ബോഡി മാത്രമേ ബാക്കിയുള്ളൂ. നാമി വീണ്ടും പറയും, ഫിഷ്മാൻ ഐലാൻഡിലേക്ക് പോയിട്ടുള്ള
70% കപ്പലുകളും തകർന്നു പോയതാണ്. വെറും 30% കപ്പലുകൾ മാത്രമേ ഐലാൻഡിൽ റീച്ച് ആയിട്ടുള്ളൂ. ഇവിടെ ലൂഫിയും സോറയും അവർ രണ്ടുപേരുമാണെങ്കിൽ നാമി പറയുന്ന ഒന്നും കേൾക്കാതെ നമുക്ക് അതിലുള്ള ഫിഷുകളെ അവറ്റകളെ പിടിച്ചാലോ എന്നൊക്കെ ചോദിച്ച് അവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. അത് കേട്ട ചോപ്പറും ഉസോപ്പിനും അവർ രണ്ടുപേരും ഇപ്പൊ അവരുടെ രണ്ടുപേരുടെ തലയ്ക്ക് ആഞ്ഞടിച്ച് പിടിച്ചു വലിച്ച് കപ്പലിന്റെ അകത്തേക്കിടും. അതേസമയം ഫ്രാങ്കി ആണെങ്കിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം അത് പറയാനായിട്ട് അങ്ങനെ വെമ്പി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഉടനെ ഗസ് ചെയ്യും, എനിക്കറിയാം നീ പറയാൻ പോകുന്നത് നിന്റെ പുതിയ വെപ്പൻസിനെ കുറിച്ചും എബിലിറ്റിയെ കുറിച്ചൊക്കെ അല്ലേ. അതിന് ഫ്രാങ്കി, അല്ല, ഞാൻ പറയാൻ വന്നത് ഡുവലിനെ കുറിച്ചുമാണ്. അവർ രണ്ടുപേരും അവരുടെ ടീമും എല്ലാവരും ചേർന്ന് ഇത്രയും കാലവും നമ്മുടെ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ആക്ച്വലി അവർ ഒരുപാട് പേരുമായിട്ട് ഏറ്റുമുട്ടി അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി. ഡുവൽ ആണെങ്കിൽ ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. അതുപോലെ തന്നെ ഹാച്ചിയും അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെർമാൻ ഐലാൻഡിലേക്ക് പോയി. അവിടെ വെച്ച് നമുക്ക് ഹാച്ചിയെ കാണാൻ സാധിക്കും. ആക്ച്വലി ഇവർ രണ്ടുപേർക്കും പുറമെ മറ്റൊരാൾ കൂടെ നമ്മുടെ കപ്പലിനെ ഒരുപാട് കാലം പ്രൊട്ടക്ട് ചെയ്തു. ആക്ച്വലി അവനാണ് നമ്മുടെ കപ്പലിന് വേണ്ടി ഇത്ര എഫേർട്ട് ഇട്ടത്. അത് മറ്റാരുമല്ല, നമ്മളെ എല്ലാവരെയും സേഫ് ആക്കി ഓരോ ഭാഗത്തേക്ക് അടിച്ചു തെറിപ്പിച്ച സാക്ഷാൽ കൂമ തന്നെ. ഇടയ്ക്ക് ഒരു തവണ ഞാൻ കപ്പൽ കാണാനായി സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ച് ഞാൻ കൂമയെ കണ്ടു. കൂമ എന്നെ ഫോക്കസ് ചെയ്യുന്ന കണ്ട് അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയല്ല എന്ന്. അവന്റെ ബോഡി മുഴുവൻ ചോരയായിരുന്നു. ഒരുപാട് പരിക്കൊക്കെ പറ്റി വളരെ ക്ഷീണിതനായിട്ടാണ് അവനെ ഞാൻ കണ്ടത്. ഫ്രാങ്കെ തിരിച്ചറിഞ്ഞ ഉടൻ കൂമയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കടന്നു പോകും. അപ്പോഴായിരിക്കും റെയിലി അവൻ അവിടേക്ക് വന്ന് ഫ്രാങ്കയോട് ചില കാര്യങ്ങൾ പറയാം. ആക്ച്വലി കൂമ അവൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ആ റെവല്യൂഷണറി ആർമിക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ ആൾക്കാരെ കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അവന് ആ നേവിക്കാരുമായിട്ട് ഒത്തുപോയേ പറ്റൂ. നമ്മുടെ ആൾക്കാരെ രക്ഷിക്കാനാണ് അന്ന് നേവിക്കാരുടെ ഇടയിൽ നിന്ന് അവരെ അടിച്ചു തെറിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് അവൻ കൊണ്ടുപോയി ഇട്ടത്. അതിനുശേഷം ആരും അറിയാതെ അവൻ റെയിലിന്റെ അടുത്തേക്ക് വന്ന് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും എവിടെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. പ്രധാനമായിട്ടും ലൂഫി എവിടെയാണ് ഉള്ളതെന്ന് റെയിലിയെ അറിയിച്ചു. അവസാനം നടന്ന ആ ഒരു യുദ്ധം, അതിലാണ് ആ നേവിക്കാരെല്ലാവരും ചേർന്ന് കൂമയെ അതിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത് അവരുടെ പക്കലേക്ക് ആക്കിയത്. വെറും ഒരു സൈബോർക്കാക്കി മാറ്റി. പക്ഷെ ഡോക്ടർ വേഗോപങ്ങിന്റെ സഹായത്താൽ മറ്റൊരു കൂമയെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിർത്തി. ആ കപ്പൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ദൗത്യം മാത്രമാണ് അതിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ആക്ച്വലി കൂമ അദ്ദേഹം നമുക്ക് ചെയ്തത് വലിയൊരു നല്ല കാര്യം തന്നെയാണ്. ഈ 2 വർഷം അവൻ ഒറ്റൊരാൾ കാരണമാണ് നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തേക്ക് വേർപിരിഞ്ഞ് പോയതും ഇത്രയും ട്രെയിനിങ് ഒക്കെ എടുത്ത് പവർഫുള്ളായി തിരികെ എത്തിയതും. നമ്മുടെ ഇംപ്രൂവ്മെന്റ്സിന് കാരണക്കാരൻ അത് കൂമയാണ്. നമ്മളിനി കൂമയെ കാണുമ്പോൾ അദ്ദേഹത്തിന് പഴയ ഒരു ഓർമ്മ ഉണ്ടാവില്ല. മാത്രമല്ല നേവിക്കാരുടെ ഒരു വെപ്പൻ മാത്രമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് 2 വർഷം അവരെന്തൊക്കെ ട്രെയിനിങ് ചെയ്തുവെന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലൻ കരീബിയൻ പൈററ്റ് അവരും നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ഫോളോ ചെയ്ത് അങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ലൂഫിക്കാണെങ്കിൽ വെറുതെ ഇരുന്ന് ബോറടിക്കാനായിട്ട് തുടങ്ങും. നാമി ആണെങ്കിൽ വെതരെ ഐലാൻഡിൽ അവള് പഠിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അപ്പോഴായിരിക്കും വലിയ വെയിൽസ് അത് അവരുടെ കപ്പലിനെയൊക്കെ ക്രോസ് ചെയ്ത് അറഞ്ചം പുറഞ്ചം പോകുന്നത് കാണുക. അവർക്കാണെങ്കിൽ അവറ്റകളെ കാണുമ്പോൾ ഭയങ്കര ആങ്സൈറ്റിയും. ഇവിടെ ഉസോപ്പാണെങ്കിൽ അവൻ കപ്പലിന് ചുറ്റും എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഉസോപ്പ് ലോങ് ഷോട്ടിലായിട്ട് ഒരു കപ്പൽ കാണുക. അത് മറ്റാരുടെയോ അല്ല, ആ കരീബോ പൈലറ്റിന്റെ കപ്പലാണ്. അവന്റെ ഒരേ ഒരു ലക്ഷ്യം കടലിനടിയിൽ വെച്ച് തന്നെ നമ്മുടെ ടീമിനെ ഇല്ലാതാക്കണം. അതിനുശേഷം 500 മില്യൺ ബെറി ബൗണ്ടിയുള്ള ലൂഫിയെയും അവന്റെ ടീമിനെയും അവൻ ഇല്ലാതാക്കി എന്നൊരു പേര് അവന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഉസോപ്പാണെങ്കിൽ ടെൻഷനായിട്ട് അവരെ കണ്ട കാര്യം ബാക്കിയുള്ള ആൾക്കാരോട് പറയും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വില്ലന്മാരുടെ കപ്പല് അതങ്ങനെ ഫുൾ സ്പീഡിൽ വന്ന് നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ആഞ്ഞിട്ടിക്കും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും. ഇനിയും അതുപോലെ 1-2 ഇടിയുടെ കിട്ടിയ കപ്പലിന് ചുറ്റുമുള്ള ആ ഒരു ബബിള് അത് തകരും. ലൂഫി ആണെങ്കിൽ വമ്പം കലിപ്പില് അവരുടെ അടുത്തേക്ക് വരും. ലൂഫിക്കാണെങ്കിൽ അവരാരാണെന്ന് പോലും അറിയില്ല. നിങ്ങളൊക്കെ ആരാ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ലൂഫി ചോദിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.